ആദ്യമായി ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നിയ, ഞാൻ കോട്ടയം കിടങ്ങൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾ കൂട്ടുകാരാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 14 2023 അപ്പം ഞങ്ങൾക്ക് ഇത് ഉടമ്പടിയെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ കൃപാസനത്തിനെക്കുറിച്ചോ വലിയ അറിവില്ലായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായി മാതാവിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വഴിയാണ്. ഞങ്ങൾ ഉടമ്പടിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും അറിയുന്നത്. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് ഞങ്ങൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന BSc നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇയർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു. ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടെ വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് പോയി ഞങ്ങൾ കൂടുതലും നിയോഗം വെച്ചിരുന്നത് ഈ 4 വർഷവും സപ്ലി ഇല്ലാതെ ഞങ്ങളെ പാസ്സാക്കി അനുഗ്രഹിക്കണേ മാതാവേ എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗം ആദ്യത്തേത്. കാരണം ഞങ്ങളുടെ കൂടെ തന്നെ ഇയർ ബാക്കുള്ളവരും അതുപോലെ തന്നെ ഒത്തിരി സപ്ലി ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതായിരുന്നു മെയിനായിട്ട് മാതാവിനോട് പറഞ്ഞിരുന്നത്. മാതാവേ, ഞങ്ങളെ 4 വർഷവും പാസ്സാക്കി അനുഗ്രഹിക്കണേ, ഒരു സപ്ലിമെൻ്ററി പോലും എഴുതേണ്ട വരുത്തരുതേ മാതാവേ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ഉടമ്പടി എടുത്തു. അങ്ങനെ 4 വർഷവും ഞങ്ങളെ എല്ലാ എക്സാമും എഴുതിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ എല്ലാ പേപ്പറിലും ഞങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ഉപ്പും അതുപോലെ തന്നെ തൈലവും ഞങ്ങൾ എല്ലാ പേപ്പറിലും കുരിശ് വരച്ച് എല്ലാ പേപ്പറിലും വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞങ്ങൾ പേപ്പേഴ്സ് കൊടുത്തുകൊണ്ടിരുന്നത് ടീച്ചേഴ്സിന്. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉറക്കെ പിടിച്ചാണ് നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. ഉപ്പും കയ്യിൽ പിടിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന ആ ടേബിളിൽ ഉപ്പ് വെതറിയിട്ട് ആണ് ഞങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടുകാരും അതുപോലെ എക്സാമിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു, കുറച്ച് ഉപ്പ് തരാവോ, കുറച്ച് തൈലം തൂത്ത് തരാവോ എന്ന് അവരും വന്ന് ചോദിക്കുമായിരുന്നു. എക്സാമിന് കയറുന്നതിന് മുമ്പും ഞങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവും വിജയം നൽകുന്ന യോദ്ധാവും നിൻ്റെ മധ്യയുണ്ട് എന്ന ആ വചനം ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് ഞങ്ങൾ എക്സാം ഹോളിൽ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എക്സാം എഴുതി ഫസ്റ്റ് ഇയർ തൊട്ട് 4th ഇയർ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിലാണ് 4th ഇയറിൻ്റെ എക്സാം കഴിഞ്ഞത്. ലാസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നപ്പോൾ നമുക്ക് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റ് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല. ഞങ്ങൾ എല്ലാം പഠിച്ചു. പക്ഷേ ആ എക്സാം ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ പഠിച്ചതോ ഒന്നുമല്ല. അതെങ്ങനെ ആ എക്സാം കഴിഞ്ഞിട്ട് ഫുൾ അന്നത്തെ ദിവസം കരച്ചിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമുക്കറിയില്ല അതുപോലെ പാടായിട്ടുള്ളൊരു എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവേ ആ എക്സാം ഭയങ്കര പാടായിരുന്നു. അത് കിട്ടുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥന മാതാവിന്. പിന്നെ നമുക്കൊരു ധൈര്യം ഉള്ളത്, തൈലം തൂത്തിട്ടുണ്ടല്ലോ, മാതാവിൻ്റെ കാശുരൂപം വെച്ചാണല്ലോ എഴുതിയത്, മാതാവ് തൊട്ടോളും എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും, ഇപ്പം ഞങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് വരാം, ഈവനിങ് ഷിഫ്റ്റ് വരാം, അങ്ങനെ പല ഷിഫ്റ്റ് ഉണ്ട്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൽ പോകാതെ അതുവഴി നമ്മൾ ആരാധനയ്ക്ക് പോകുമായിരുന്നു പള്ളിയിൽ. അപ്പം എങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ആരാധനയും കൂടി പള്ളിയിൽ പ്രാർത്ഥിച്ച് മാതാവിൻ, ഞങ്ങൾക്ക് അടുത്തൊരു പള്ളിയുണ്ട്, അപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു റിസൾട്ടിന് വരുന്നതിന് മുമ്പ് വരെ എല്ലാ ദിവസവും. അതുപോലെ തന്നെ വെളുപ്പിനെ 3 മണിക്ക് നമ്മൾ ഇങ്ങനെ കൊന്ത ചെല്ലുമായിരുന്നു. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 5:30 ചെല്ലും, 3 മണിക്ക് കൊന്ത ചെല്ലുന്നു. അങ്ങനെ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വിശ്വാസം ഉള്ളതെന്ന് പറയുന്നത് തൈലം തൂത്തിട്ടുണ്ടല്ലോ, ഉടമ്പടി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞേ പിന്നെ നമ്മൾ പുതുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കണക്ഷൻ വിട്ടിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞേ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പുതുക്കി ഓൺലൈൻ വഴി നമ്മളിങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തു. എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഉടമ്പടി തന്നെയായിരുന്നു. അങ്ങനെ ആരാധനയൊക്കെ കൂടി അങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് പൊതുവേ അങ്ങനെ അടയാളങ്ങളൊന്നും കിട്ടാറില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഞാൻ ട്വിൻസാണ്. അപ്പം എൻ്റെ ട്വിന്നിന് ഇങ്ങനെ ഇടയ്ക്ക് അവൾക്കിങ്ങനെ അടയാളങ്ങൾ കിട്ടുമായിരുന്നു. അവൾ എന്നോട് പറയും, എടി മാതാവ് ഇങ്ങനെ പറഞ്ഞു ഇത്ര പേര്. അപ്പം ഫസ്റ്റ് ഇയർ തൊട്ടേ അപ്പോൾ ഇവക്ക് ഇങ്ങനെ ഇങ്ങനെ ഇവക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നു, മാതാവ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എടി ഇന്ന ആൾക്കാർ പാസ്സായിട്ടുണ്ടെന്ന് എനിക്കിങ്ങനെ സ്വപ്നത്തിൽ കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അതുപോലെ 4th ഇയർ കിട്ടിയിട്ടില്ല.
തേർഡ് ഇയർ വരെ ഇവർക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നു. എടി ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു, നീയും ഞാനും ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരുടെ പേര് പറഞ്ഞിട്ട് പറയും, ഇത്രയും പേരെ പാസ്സാക്കിയതായിട്ട് മാതാവ് എന്നെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവള്. അപ്പം ഞാൻ ഓർക്ക് ഇവക്ക് മാത്രം എന്താ കിട്ടുന്നത്, എന്നെ ഇങ്ങനെ കാണിക്കുന്നില്ല. പൊതുവെ കുറച്ചും കൂടെ എന്നേക്കാളും കുറച്ചും കൂടെ പ്രാർത്ഥിക്കും ഇവള്. ഞാനും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാലും പക്ഷേ ഇവള് എപ്പോഴും കൊന്ത ചെല്ലും, എവിടെ പോയാൽ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ ഇവളെപ്പോലെ ഒത്തിരി പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ. അപ്പം ഞാനും കൊന്ത ചെല്ലാൻ തുടങ്ങി. ഞാനും ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പം വഴിയിൽ ഇങ്ങനെ ബസ്സിലിരുന്ന് അങ്ങനെയൊക്കെ കൊന്ത ചെല്ലാൻ തുടങ്ങി, കുറച്ചും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഉടമ്പടി കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവക്കിങ്ങനെ അടയാളങ്ങൾ കാണിക്കുന്നു, എന്നെ കാണിക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്നെ മാത്രം എന്താ കാണിക്കാത്തത്, ഇവൾ കാണുന്നുണ്ടല്ലോ, ഇവളിങ്ങനെ എല്ലാ വർഷവും അടയാളങ്ങൾ കാണുന്നുണ്ട്, ഇവളെല്ലാം കാണുന്നുണ്ട്, ഇവളെ കാണിക്കുന്നു, ഇവൾ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നെയും ഒരു അടയാളം കാണിക്കണേ മാതാവേ, എനിക്കും ആഗ്രഹമാണ് ഇങ്ങനെ പറയാനും ഇങ്ങനെ ഓരോ. അപ്പോൾ ഇവളെല്ലാവരോടും പറയുക ഇങ്ങനെ, എടി ഞാനിങ്ങനെ കണ്ടു മാതാവ് എന്നെ ഇങ്ങനെ കാണിച്ചു, ഇന്നെ ആൾക്കാർ പാസ്സായത് കാണിച്ചു, അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ സെക്കൻഡ് ഇയർ ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് ഇവൾ പറയും, എടി ഇങ്ങനെ ഇവൾ സ്വപ്നം കണ്ട ആളുടെ അടുത്ത് പോയി നിന്നെ പാസ്സാക്കിയതായിട്ട് ഞാൻ കാണുന്നുണ്ട്, അതുപോലെ തന്നെ നടക്കുന്നുമുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നെ കാണിക്കണം, എനിക്കും ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ എന്നെ കാണിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഫോർത്ത് ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നെ എന്തെങ്കിലും ഒരു അടയാളം, പാസ്സായതായിട്ട് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കാണിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ ഒരു ഗ്രേ കളറിലൊരു മാതാവാണോ അതാ ഞാൻ ഓർക്കുന്നില്ല, ഒരു ഗ്രേ കളറിലൊരു ഒരാൾ വന്നെന്നെ തട്ടുക, ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കുന്നു ഞാൻ കേൾക്കുന്നുണ്ട്, അല്ലാതെ പിക്ചർ ക്ലിയർ അല്ല, പക്ഷെ എന്നോട് ഇങ്ങനെ എണീക്ക് പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്. അപ്പം ഇവളെൻ്റെ അപ്പുറത്ത് കിടപ്പണം. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, മിന്നു അപ്പോൾ അവളോട് പറഞ്ഞു, എടി എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ രാത്രിയിൽ ഇപ്പം ഞാൻ സ്വപ്നം കണ്ട് എണീക്ക് പ്രാർത്ഥിക്കുകയെന്ന് കാണുന്നുണ്ട്. അപ്പം ഞാൻ എണീറ്റ് സമയം നോക്കിയപ്പം 3 മണി, വെളുപ്പിനെ 3 മണിയാണ്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, എടി ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു, എന്നാ ചെയ്യണ്ടേ, കാരണം ആദ്യമായിട്ട് എനിക്കൊരു അടയാളം ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്കൊരു ഭയങ്കര ടെൻഷൻ, കാരണം നേരാണോ ഇനി അല്ലയോ അറിയത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം മിന്നുവിനോട് പറഞ്ഞു, ഇല്ലടി അത് തന്നെ, മാതാവ് നിൻ്റെ അടുത്ത് വന്നതാണ്, നീ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നോ, മാതാവ് നിൻ്റെ അടുത്ത് വന്നത് തന്നെയാണ് എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. അപ്പം ഞാനും ഇവളും കൂടെ രാവിലെ 3 മണിക്ക്, വെളുപ്പിനെ 3 മണിക്ക് ഇരുന്ന് കൊന്ത ചൊല്ലി, കാരണം ഇങ്ങനെ മാതാവ് അടുത്ത് വന്ന് പറഞ്ഞതാണല്ലോ പ്രാർത്ഥിക്കുന്ന എന്നോട് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ 3 മണിക്ക് ഇങ്ങനെ അന്ന് രാവിലെ 3 മണിക്ക് കൊന്ത ചൊല്ലുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. അങ്ങനെ അത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒത്തിരി സന്തോഷം, കാരണം എനിക്കിതുവരെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനെ അടയാളങ്ങളൊന്നും എനിക്ക് പൊതുവേ കിട്ടിയിട്ടില്ല. അപ്പോൾ അന്ന് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഓക്കെ മാതാവ് എൻ്റെ അടുത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഓക്കെ എന്നെ കൈവിട്ടിട്ടില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ ഞാൻ പാസ്സാകുന്നതായിട്ട് ഞാൻ സ്വപ്നം ഒന്നും കണ്ടില്ലല്ലോ, അങ്ങനെ എന്നെ കാണിച്ചിട്ടില്ലല്ലോ, ഫോർത്ത് ഇയർ പാസ്സാകുന്നതായിട്ട് എന്നെ ഒന്ന് കാണിച്ചൂടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ഒരു 2 ആഴ്ച ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്തെങ്കിലും ഒരു അടയാളം കാണിക്കുക, പാസ്സായതായിട്ടൊന്ന് കാണിച്ചാൽ മതി. അത് കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ കാണിച്ചു. ഒരു ദിവസം ഞാൻ ഉറങ്ങുക, അപ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കുക, നിനക്കും എൻ്റെ ട്വിൻ ഉണ്ടല്ലോ അവക്കും ഡിസ്റ്റിങ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല, ബിക്കോസ് ഫോർത്ത് ഇയറിൻ്റെ എക്സാം അതുപോലെ ടഫായിരുന്നു. എനിക്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, അതിനകത്ത് എന്തോ ഞാൻ എഴുതിയിരിക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ ഡിസ്റ്റിങ്ഷൻ കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു സീനിയറിനെ വിളിച്ച് പറയുക, ചേച്ചി ഞങ്ങൾക്കിങ്ങനെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ചേച്ചി, റിസൾട്ട് വന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, എനിക്കറിയില്ല അതെങ്ങനെയാണ് കിട്ടിയതെന്ന്, കാരണം മാനേജ്മെൻറ്റ് പാടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അറിയത്തില്ല, മാതാവായിട്ട് തന്നതാ, കൃപാസന മാതാവ് തന്നതാ എന്ന് ഞാനിങ്ങനെ ചേച്ചിയോട് പറയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു, പക്ഷെ ഞാനതങ്ങനെ അത്രയ്ക്ക്, കാരണം വിശ്വസിച്ചു കാണിച്ചു. ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് തന്നെ ആയിരിക്കും, കാരണം എല്ലാ വർഷവും എന്നെ അടയാളം കാണിക്കുന്ന എല്ലാം നടന്നിട്ടുണ്ട്, അപ്പോൾ നിന്നെയും കാണിച്ചതായിരിക്കും, അത് നടക്കുമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഓക്കെ നോക്കാം. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കാരണം അറിയത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്കൊരു പേടി, ഞാനോ അത് ഞാനിങ്ങനെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടോ, അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നു, നമുക്ക് ഫെബ്രുവരി റിസൾട്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷൻ. അത് എനിക്കെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, കാരണം നമ്മൾ സ്വപ്നം കാണുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന് മാതാവ് പറയുന്നു, അതുപോലെ തന്നെ നടക്കുന്നു, എല്ലാം അതുപോലെ തന്നെ. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയത്, കാരണം എനിക്കിതുവരെ അങ്ങനെ അടയാളങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, വിശ്വസിച്ച് പ്രാർത്ഥിച്ച എന്തായാലും അതിന് ഉത്തരം കിട്ടുമെന്ന് എനിക്ക്
എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസിയോ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കുമോ അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ കുരിശ് വരയ്ക്കും, സന്ധ്യാപ്രാർത്ഥനയൊക്കെ ചെയ്യും. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, അങ്ങനെ ഒക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ട് പൊതുവേ ഇല്ല. അപ്പം ഈ ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഞാനിങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും അതുപോലെ ഈശോനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതും. നേരത്തെ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പറയാനും കാര്യങ്ങളൊക്കെ, ഇങ്ങനെ ഈശോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ ഇച്ചിരി ചമ്മലുള്ള കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ മറ്റുള്ളവരുടെ മാതാവിനെക്കുറിച്ച് പറയാനും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കുറച്ചും കൂടെ അവരെ കൂടെ പറയാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നതിന് എനിക്കങ്ങനെ മടി തോന്നിയിട്ടില്ല. അങ്ങനെ മറ്റുള്ളവരോട് പറയുമായിരുന്നു. അങ്ങനെ എല്ലാവരോടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, മാതാവ് അങ്ങനെയാണ്, മാതാവ് ഇങ്ങനെയാണ്, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നത് അറിയാൻ മേലാത്തവർക്കും പറയുമായിരുന്നു. ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ ഇങ്ങനെ മാതാവുണ്ട്, എല്ലാ കാര്യങ്ങളും മാതാവ് നമുക്ക് എന്ത് വേണമെങ്കിലും മാതാവിനോട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നടത്തി തരും എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ പറയും, മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വഴി കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഉടമ്പടി എടുത്തത് മാത്രമല്ല, എക്സാമിന് മുമ്പായിട്ടും ഞങ്ങളുടെ കൂടെ ഒരു ബെന്തിക്കോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ ഞാനങ്ങനെ ഇങ്ങനെ മാതാവിനെക്കുറിച്ച് പറയുന്നത് ഞാനങ്ങനെ പറയും, ഇവരോടും പറയും, എല്ലാവരോടും പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇവളോടും പറയുമായിരുന്നു. പക്ഷേ ഇവള് അങ്ങനെ വിശ്വസിക്കുമെന്നൊരു എനിക്ക്, കാരണം ഇവരുടെ ആ ഒരു സഭയിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ പറഞ്ഞു നോക്കുമായിരുന്നു. അങ്ങനെ ഇവൾ എക്സാം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ സമയത്തും ഒക്കെ ഇവൾ ഞങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ പറയുമായിരുന്നു, എടി മാതാവിനോടൊന്ന് പറയാവോ, എനിക്ക് ആ തൈലം ഒന്ന് തൂത്ത് തരാവോ, കുരിശ് വരച്ച് തരാവോ, നെറ്റിയിൽ ഉപ്പ്, ഇവിടുത്തെ ഉപ്പ് എനിക്കൊന്ന് തരാവോ, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഇവൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു. കാരണം ഇവളോട് പറഞ്ഞ് ഇവൾക്ക് ആ ഒരു വിശ്വാസം, മാതാവിനോടുള്ളൊരു വിശ്വാസം വളർന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും, അങ്ങനെ ഇവളോടും പറയും. ഇപ്പോഴും ഞങ്ങളെ വിളിക്കുമ്പോൾ അവൾ പറയും, മാതാവ് ഉള്ളതുകൊണ്ട് മാത്രം പാസ്സായത് എന്ന് അവൾ എന്നോട് ഇങ്ങോട്ട് പറയും, എടി ഞാൻ പാസ്സായത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാ എന്ന്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ മാതാവിനോട് അടുക്കുവാനും, അതുപോലെ 2 ആഴ്ച കൂടെ നമ്മൾ കുമ്പസാരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തേ പിന്നെ. എല്ലാ ദിവസവും കുർബാന കാണും. നമുക്ക് എല്ലാ ദിവസവും അവിടെ പോയി കുർബാന കാണാൻ പറ്റത്തില്ല, ഓൺലൈനായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. അങ്ങനെ എല്ലാം കേൾക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് ഉടമ്പടി പൊയ്ക്കൊണ്ടിരുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു അലർജി പോലെ വന്നു. അപ്പം അതിന് എനിക്ക് കുറച്ച് ഇച്ചിങ്ങും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മമ്മി എന്നോട് വീട്ടിൽ പറഞ്ഞു, ഓക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക, ഇത് കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കുറച്ച് വേഴ്സായെന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിങ് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓക്കെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്, തൈലം ഉണ്ടല്ലോ കയ്യിൽ, എല്ലാം എക്സാമിനും എല്ലാം നമ്മൾ തൈലമാണല്ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ മാതാവ് ഇത്ര അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഓക്കെ അതൊന്ന് തൂത്താൽ പോരെ എന്നുള്ള, അത് കുരിശ് വരച്ചാൽ പോരെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം മമ്മി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ഇല്ലമ്മേ അതിൻ്റെ ആവശ്യമില്ല, തൈലം ഉണ്ടല്ലോ അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ മാതാവേ എനിക്കിത് മാറ്റി തരണേന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2 ആഴ്ച പോയിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അതൊരു പാട് പോലും ഇല്ലാതെ അത് നല്ല ലൈക്ക് ഒരു റെഡ് കളറായിട്ട് ഇങ്ങനെ ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പാട് പോലും ഇല്ല, അത് ക്ലിയർ സ്കിന്നായിട്ട് മാതാവ് മാറ്റി തന്നു. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അത് വീട്ടിലിങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് അവർ കുറച്ചും കൂടെ വിശ്വസിക്കാൻ തുടങ്ങിയത്. അവർക്കും ഓക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷേ ഇവിടുത്തെ കൃപാസനം എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ ഓക്കെ പ്രാർത്ഥിച്ചോ എന്നുള്ള ഞങ്ങളോട് പ്രാർത്ഥിച്ചോ എന്നുള്ള രീതിയിലായിരുന്നു. എല്ലാം മാതാവ് ഒരുപോലെയാണല്ലോ, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവർ കാണാൻ തുടങ്ങിയ പിന്നെ ഇവർക്കും കുറച്ചും കൂടെ ഇവരും ബിലീവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവർക്കും ഇപ്പം ഭയങ്കര വിശ്വാസമാണ്. ഇവരും ഇതുപോലെ തന്നെ മമ്മി ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ്. അതുപോലെ തന്നെ അവർക്കും ഇപ്പം കുറച്ച് വിശ്വാസമാണ്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒരു ചെറിയ കുടിലൊക്കെ പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറേ കുഞ്ഞു പിള്ളേരുണ്ട്, തെരുവിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പം നമ്മളെല്ലാ മാസവും വീട്ടിൽ നമുക്ക് പോക്കറ്റ് മണി ആയിട്ടാണ് അയച്ചു തരുന്നത്. അപ്പം എല്ലാ മാസവും കുറച്ച് നമ്മൾ സേവ് ചെയ്തിട്ട് ഇവർക്കെല്ലാ മാസവും ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ മാതാവിനെക്കുറിച്ച് ഈശോനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും അതിനൊരു മടിയും കാണിച്ചിട്ടില്ല. അതുപോലെ അങ്ങനെയായിരുന്നു നമ്മൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.
എൻ്റെ പേര് അയോണ മെറിൻ ജോസഫ്. ഞാൻ കൈപ്പുഴ കോട്ടയത്തു നിന്ന് വരുന്നു. ഇതുപോലെ തന്നെ ഞാനും ഫസ്റ്റ് ഇയർ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4th ഇയർ വരെ മാതാവ് നല്ല മാർക്കോടെ പാസ്സാക്കി തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഞാനിപ്പോൾ ഫോണിലായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് വിതറി ഫോണിൽ തൈലവും പൂശി പ്രാർത്ഥിച്ചു. മാതാവെ എന്നോട് ഒത്തിരി ചോദ്യം ചോദിക്കരുത്, കാര്യം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന അന്നായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ എന്നോട് ഒത്തിരി ചോദ്യം, ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം നോക്കി, ഞാൻ എന്നിട്ട് അത് വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കാവുള്ളൂ, എനിക്കിത് മാത്രം അറിയത്തുള്ളൂ, ഇതേ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവർ എന്നോട് ജസ്റ്റ് പേരും ഇൻട്രൊഡക്ഷനും പറയാൻ പറഞ്ഞു. അതുപോലെ ഞാൻ പഠിച്ച ആ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം എന്നോട് ചോദിച്ചു. ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. ഈ 23-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യുവാണ്. അതുപോലെ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ ഇതുവരെ ആയിട്ടില്ല. അതും മാതാവ് എനിക്ക് 23-ാം തീയതിക്ക് മുമ്പ് നടത്തി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മാതാവിന് ഈശോയ്ക്ക് ഒരു 1000 നന്ദി പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 4-ാം തിരുവചനം. എന്തെന്നാൽ നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗമാണ് നാം കേട്ടത്. ഈശോയോട് ശതാധിപൻ വന്ന് യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ചില യഹൂദ പ്രമാണികൾ ഈശോയോട് പറയുന്നതാണ്, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഇന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് നീയായും അയോണായും അവർ ഫ്രണ്ട്സാണ്. ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് 4th ഇയർ കഴിഞ്ഞ് റിസൾട്ടിന് ശേഷം ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ കിട്ടി. ആ മക്കൾ ഇവിടെ വന്നു നിന്ന് ഇന്ന് അമ്മയുടെ തിരുനടയിലൂടെ, അമ്മയുടെ ഉടമ്പടിയിലൂടെ ഈശോ തങ്ങൾക്ക് ചെയ്ത വലിയ കൃപാവര പദ്ധതിയെക്കുറിച്ച് നമ്മോട് അവർ പ്രസംഗിക്കുകയാണ്. അവരുടെ ദൈവാനുഭവമാണ് അവർ പ്രസംഗിക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ നീയ വ്യക്തമായിട്ട് പറഞ്ഞു. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്? ഒരു സബ്ജക്റ്റ് അത് ആ കോളേജിലുള്ളവർക്ക് മൊത്തം, പരീക്ഷ എഴുതിയവർക്ക് മൊത്തം അത് വളരെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അതുമൂലം ആരും തന്നെ പാസ്സാകുമോ എന്ന് അറിയില്ല. എന്നാൽ അത് ഇവർക്ക് ഏറ്റവും കുറച്ചുകൂടി ടഫായിട്ട് നീയായിക്ക് തോന്നി. താൻ പാസ്സാകാൻ യാതൊരു ചാൻസുമില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ എങ്ങനെ പിന്നീട് തൻ്റെ റിസൾട്ടിൻ്റെ സമയത്ത് 4th ഇയറിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഇവിടെ പ്രസൻസ്, അതാണ് മരിയൻ കണ്ടൻ്റായിട്ട് നമുക്ക് കാണുവാൻ കഴിയുക. അമ്മ തന്നെ വന്നു, അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് നിയയുടെ ജീവിതത്തിൽ ആദ്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഇവിടെ സാക്ഷ്യം പറഞ്ഞു പോകുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യം എത്രയോ പേർക്കാണ് ഇന്ന് അനുഭവവേദ്യമാകുന്നത്. ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് പറയുന്നത് അമ്മ ഓടി നടക്കുന്ന അമ്മ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് തന്നെയാണ്. അങ്ങനെ ആ മകൾക്ക് സ്വപ്നത്തിൽ പറഞ്ഞതനുസരിച്ച് തന്നെ ആ മകൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നു. ഈ മകൾക്കും ഈ മകളുടെ ട്വിൻ സിസ്റ്ററിനും ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നു എന്നാണ് നാം കേട്ടത്. അവരുടെ കോളേജ് ലൈഫായിരുന്നു. എന്നാൽ തങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികൾ അവരാരുമാകട്ടെ എല്ലാവരോടും അവർ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മ നമ്മെ പരിചയപ്പെടുത്തും ഈശോയുടെ അടുത്ത്. അതാണ് ഹെബ്രായർ 4:16 നമുക്ക് കാണുവാൻ കഴിയുക. വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. ഈ സിംഹാസനത്തിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് കർത്താവിൻ്റെ അടുത്ത്. ആ വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അമ്മ, അതുപോലെ ഓരോ മക്കളുടെയും കാര്യത്തിൽ അമ്മ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ ഇതവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഭൃത്യൻ്റെ കാര്യത്തിൽ യഹൂദ പ്രമാണികൾ പറഞ്ഞു, ഇതിനവൻ അർഹനാണ്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഈ ജനത്തെ സ്നേഹിക്കുന്നവരാണ് കർത്താവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, കൃപാസന പത്രം ഞങ്ങൾ കൊടുത്തു, അതുപോലെ നേർച്ച വസ്തുക്കൾ മറ്റുള്ളവർക്ക് ഞങ്ങൾ കൊടുത്ത് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു.
പഠിക്കുവാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു. അവരും കൂടി അവസാനം വന്ന് പറഞ്ഞു, എടി മാതാവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പരീക്ഷയിൽ പാസ്സായതെന്ന്. അപ്പോഴവിടെയൊക്കെ അവർ വിളമ്പിക്കൊടുത്തത് കർത്താവിനെയാണ്. അതുകൊണ്ട് തന്നെ അമ്മ പ്രത്യക്ഷപ്പെടാൻ, അമ്മ വന്ന് സംസാരിക്കാൻ ഇടയായി. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ 1984 മുതൽ അച്ഛൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന ആ ഒരു സമയം മുതൽ അച്ഛൻ ചെയ്ത ഓരോ ത്യാഗപൂർണമായ പ്രവൃത്തികളാണ് പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടാൻ ഇടയായത്. അച്ഛൻ്റെ തെദേവും എന്ന പുസ്തകത്തിലെല്ലാം നമുക്കിതെല്ലാം കാണാൻ കഴിയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കുഞ്ഞുങ്ങൾ, യുവതികളായ ഈ മക്കൾ, ഇവരിവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ദൈവം തങ്ങളെ തൊട്ട അനുഭവം. തങ്ങൾക്ക് ഈ അമ്മ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ കൊണ്ടുവന്ന് തന്നത് എന്നത് ഇവർ മറക്കില്ല. 2 ആഴ്ചയിൽ കുമ്പസാരം യുവതികളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഓൺലൈൻ നാം കുർബാനയല്ല നാം കൂടേണ്ടത്. ഇവർ ഹോസ്റ്റലിലായിരുന്നത് കൊണ്ട് ഇവരത് ചെയ്തു. അപ്പോഴാരും വിചാരിക്കരുത് ഓൺലൈൻ കുർബാന കൂടിയാൽ മതിയെന്ന്. അതല്ല നാം ചെയ്യേണ്ടത്. നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവരതിനു പോലും ആ ഹോസ്റ്റലിൻ്റെ തിരക്കിനിടയിലും പഠനത്തിൻ്റെ തിരക്കിനിടയിലും ഇവർ സമയം കണ്ടെത്തി. എന്നാൽ 2 ആഴ്ചയിലെ കുമ്പസാരം, അതുപോലെ മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത, ഇതെല്ലാം ഇവർ ചെയ്തു. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല റിസൾട്ടും വാങ്ങിച്ചുകൊണ്ട് ഇന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.